ഇനി അപ്പോൾ നമ്മൾ ചാലക്കുടി പുഴയുടെ തീരത്തേക്കാണ് പോകുന്നത്, ഒരു പ്രകൃതി മനോഹരമായ ഗ്രാമത്തിലേക്ക്. എറണാകുളം ജില്ലയുടെ അതിർത്തിയായ അയ്യമ്പുഴ പഞ്ചായത്തിലെ ഏഴാറ്റുമുഖവും തൊട്ടടുത്ത് കിടക്കുന്ന തുമ്പൂർ മുഴിയും ഒരു ദിവസം മുഴുവൻ കാണാനുള്ള കാഴ്ചകളുണ്ടെന്നാണ് നമ്മുടെ ശ്യാംകുമാർ പറയുന്നത്. വനത്തിന് സമീപത്തുകൂടെ കുളിർമയേകുന്ന അന്തരീക്ഷത്തിലെ യാത്ര പുതിയൊരു അനുഭവമാകുന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ശ്യാംകുമാറിനൊപ്പം ആ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതി മനോഹരമായ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചു വരാം. ചാലക്കുടി പുഴയുടെ യഥാർത്ഥ സൗന്ദര്യം ഒറ്റ ദിവസം കൊണ്ട് ആസ്വദിക്കണമെങ്കിൽ ധൈര്യമായി പോകാവുന്ന സ്ഥലമാണ് ഏഴാറ്റുമുഖം. അതിരപ്പള്ളിയും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഒക്കെ കഴിഞ്ഞ് ചാലക്കുടി പുഴ ഏഴായി പിരിയുന്ന സ്ഥലമാണ് ഏഴാറ്റുമുഖം. തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ച അവിസ്മരണീയമാണ്. എറണാകുളം ജില്ലയുടെ മലയോര മേഖലയിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വിനോദസഞ്ചാര ഗ്രാമമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. പേരുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഇടം. രാവിലെ 7 മണിയോടെ എറണാകുളത്തു നിന്ന് ഏഴാറ്റുമുഖത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ദേശീയപാതയിൽ നിന്ന് ഏഴാറ്റുമുഖത്തേക്കുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ വനത്തിലൂടെ യാത്ര ചെയ്യുന്ന പ്രതീതിയാണ്. 50 കിലോമീറ്റർ യാത്ര ചെയ്ത് ഏഴാറ്റുമുഖത്തെത്തുമ്പോൾ പ്രകൃതി ഗ്രാമത്തിന്റെ വലിയ കവാടം ആദ്യം കാണാം. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള വലിയ തൂക്കുപാലം. ഈ പ്രദേശത്തിന് ഏഴാറ്റുമുഖം എന്ന പേര് വരാൻ കാരണവും ചാലക്കുടി പുഴ തന്നെയാണ്. എറണാകുളത്ത് നിന്ന് കുടുംബസമേതം ഒരു ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഏഴാറ്റുമുഖം. എറണാകുളത്ത് നിന്ന് 50 കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള യാത്രാ ദൂരം. പ്രകൃതി ഗ്രാമത്തിൽ കുട്ടികൾക്ക് കളിക്കാനായി ഇടതുകര കനാലിന് സമീപത്തായി ചെറിയൊരു പാർക്കുണ്ട്. ചാലക്കുടി പുഴയുടെ വിശാലമായ കാഴ്ചകൾ കാണണമെങ്കിൽ ട്രീ ഹട്ടും ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ വരവ് കുറവാണെങ്കിലും ഏഴാറ്റുമുഖത്തെക്കുറിച്ച് അറിഞ്ഞ് കൂടുതലെത്തുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ്. കേരളത്തിലുള്ള നാച്ചുറലായിട്ട് കാണാൻ പറ്റിയ എല്ലാം ഇവിടെ ഉണ്ട്. ഒന്നാമത് മെയിൻ ഇവിടെ വരാറുള്ളത് നോർത്ത് ഇന്ത്യൻസ് ആണ്. ഞാനൊരു ടാക്സി ഡ്രൈവറും കൂടിയാണ്. എന്തായാലും ഒരു വീക്കിലി 2-3 ടൈംസ് എന്തായാലും ഇവിടെ ഗസ്റ്റ് ഉണ്ടാകുന്നു നമുക്ക്. ഗ്രാമീണ വിനോദസഞ്ചാര മേഖലയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് പ്രകൃതി ഗ്രാമം. ഇത്രയും സാധ്യതകൾ പക്ഷേ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. തൂക്കുപാലത്തിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ മറുകര തൃശൂർ ജില്ലയിലെ തുമ്പൂർ മുഴിയാണ്. ഏഴാറ്റുമുഖത്തെ കാഴ്ചകളൊക്കെ കണ്ട് തൂക്കുപാലത്തിലൂടെ കയറി ചാലക്കുടി പുഴയ്ക്ക് ഇപ്പുറമെത്തിയാൽ തുമ്പൂർ മുഴിയായി. ആദ്യം തന്നെ എത്തുമ്പോൾ മനസ്സ് നിറച്ച് കാണുന്നത് നല്ലൊരു ചിത്രശലഭ പാർക്കാണ്. ചെറിയ തണുപ്പുള്ള നല്ല തണലുള്ള അന്തരീക്ഷമാണ് തുമ്പൂർ മുഴിയിലേത്. വനാതിർത്തിയിലുള്ള പാർക്കിൽ വന്യമൃഗങ്ങളെ കാണാനുള്ള സാധ്യതകളുമുണ്ട്. നമ്മുടെ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് തന്നെയാണ്. നമ്മുടെ ഈ ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ് നമ്മുടെ തുമ്പൂർ മുഴി ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നത്. അതുപോലെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനാണ്.
അതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് നമ്മുടെ സീസൺ എന്ന് പറയുന്നത്. പാർക്കിൽ സമയം ചെലവഴിച്ചിരിക്കാനായി ചെറിയ വിശ്രമ കേന്ദ്രങ്ങളും ചാലക്കുടി പുഴയുടെ വിശാലമായ കാഴ്ച കാണാനായി വ്യൂ പോയിന്റും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും വ്യൂ പോയിന്റിലേക്കാണ്. തൂക്കുപാലവും വ്യൂ പോയിന്റും എല്ലാം ഇപ്പോൾ സെൽഫി പോയിന്റുകൾ കൂടിയാണ്. Yeah, the place is very beautiful. Actually, we came to Valparai. So while searching places to see near Adirapalli, we came here. It's very beautiful actually. മഴക്കാലമായതിനാൽ മാത്രമാണ് ഇവിടെ പുഴയിലേക്ക് നിലവിൽ ആളുകളെ ഇറങ്ങാൻ സമ്മതിക്കാത്തത്. വേനൽക്കാലത്ത് ചാലക്കുടി പുഴയിലൂടെ ഇറങ്ങി സഞ്ചരിക്കാനുള്ള അവസരവും ഏഴാറ്റുമുഖത്തെത്തുന്നവരെ കാത്തിരിക്കുന്നുണ്ട്. പാർക്കിലെത്തുന്നവർക്ക് ഭക്ഷണം ഉൾപ്പെടെ കഴിച്ച് വൈകുന്നേരം വരെ ചിലവഴിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഏഴാറ്റുമുഖത്തെയും തുമ്പൂർമുഴിയിലെയും കാഴ്ചകൾ കണ്ടു തീരുമ്പോൾ തന്നെ വൈകുന്നേരമാകും. തിരികെ പോകുന്ന വഴിയിൽ കോടമഞ്ഞും സമീപത്തുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയും കാണാം. മനസ്സു നിറച്ച് ഒരു ദിവസം യാത്ര പൂർത്തിയാക്കി പ്രകൃതി ഗ്രാമത്തോട് വിട പറയാം. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി.